എന്തുകൊണ്ട് ജയ് ഗണേഷ് എന്ന സിനിമ എനിക്ക് ഡീസന്റ് അല്ലെങ്കിൽ വാച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തു? ഫസ്റ്റ് ഫാക്ടർ ഇസ് ഉണ്ണിമുകുന്ദൻ. നല്ല ഡെഡിക്കേറ്റഡ്, ഹാർഡ് വർക്കിംഗ്, കമന്റബിൾ ആൻഡ് കൺവിൻസിംഗ് പെർഫോമൻസ് ആണ് ജയ് ഗണേഷ് എന്ന സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഒരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ നന്നായിട്ട് തന്നെ ആ ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫാക്ടർ ഇസ് മ്യൂസിക് ബൈ ശങ്കർ ശർമ്മ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. സോങ്സ് ആണെങ്കിലും മോശമാണെന്ന് പറയാൻ തോന്നിയില്ല, ആപ്റ്റ് ടു ദ മൂവി ആയിരുന്നു. തേർഡ് ബെസ്റ്റ് ഫാക്ടർ ഇസ് ഇതിലെ ക്വാളിറ്റി വിഷ്വൽസ്. ടെക്നിക്കലി സിനിമ ഭയങ്കര റിച്ച് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാളും കൂടുതൽ പ്രൊഡക്റ്റീവ് ആൻഡ് എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിലും ഒരു രഞ്ജിത് ശങ്കർ സിനിമ എന്ന് വിവരിക്കാൻ പറ്റിയ സിനിമയായിട്ട് തന്നെയാണ് ഇതിനെ ഫീൽ ചെയ്തത്. ഒരു അർജുന സാക്ഷി സിനിമയുടെ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പുണ്യാളൻ അഗർബദി, സൂസസൂതി വാത്മീകം, പാസഞ്ചർ, പ്രേതം എന്നീ സിനിമകളുടെ ഒരു ഇമ്പാക്ട് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല. നമുക്ക് മനസ്സിലാവും എന്താ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഈ സിനിമ കൊണ്ട്, പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇതിൽ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആണ്. ഇപ്പൊ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യാണ് ഗണേഷിന്റെ ക്യാരക്ടറിനോട് ആണെങ്കിൽ പോലും അത് ഉണ്ണിമുകുന്ദന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമായിരിക്കും. ആൻഡ് അല്ലാണ്ട് നോക്കിയാലും ഫസ്റ്റ് ഹാഫ് എന്തിനു വേണ്ടി തിളക്കണ സാമ്പാർ പോലെയാണ് ഫീൽ ചെയ്തത്. അവർ കുറെ കാണിക്കാനും പറയാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായി, പക്ഷെ എല്ലാം കംപ്ലീറ്റ്ലി സ്കാറ്റേർഡ് പോലെയാണ് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിലും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലും ഒരു ഗുഡ് ടോപ്പിക് അവർ എടുത്തു പറയാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഈ സിനിമയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് സത്യം. എന്ന് വെച്ചാൽ ഈ സിനിമ ഒരു മോശം സിനിമയല്ല, അത്യാവശ്യം നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. പിന്നെ ഈ സിനിമയിൽ കൂടുതൽ ഫോക്കസ് ഉണ്ണിമുകുന്ദനിലായതുകൊണ്ട് ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ മോസ്റ്റ്ലി ഫോഗറ്റബിൾ ആണ്. എസ്പെഷ്യലി സൈബർ സെല്ലിലെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് അവരൊക്കെ കംപ്ലീറ്റ്ലി വേസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ത്രില്ലിങ്ങും കുറച്ച് പോസിറ്റിവിറ്റിയും ഇമോഷൻസ് ഒക്കെ നിറഞ്ഞ ഒരു ഡീസന്റ് സിനിമ ആയിട്ടാണ് എനിക്ക് ജയ് ഗണേഷ് എന്ന സിനിമ അനുഭവപ്പെട്ടത്.